ആദ്യ ആഴ്ച പിന്നിട്ട് രണ്ടാം ആഴ്ചയിലേക്ക് കടന്നതുകൊണ്ട് വീണ്ടും നോമിനേഷൻ പ്രക്രിയ കഴിഞ്ഞു. പതിവ് പോലെ പവർ ടീം നേരിട്ട് നോമിനേറ്റ് ചെയ്ത ഒരാളടക്കം ഉൾപ്പെട്ടതാണ് ഇത്തവണത്തെയും നോമിനേഷൻ പട്ടിക. നോമിനേഷൻ കഴിഞ്ഞതോടെ വീട്ടിൽ ജാസ്മിൻ, ഗബ്രി, ഋഷി കലഹവും ആരംഭിച്ചു. മൂവരും അടുത്ത സുഹൃത്തുക്കളെ പോലെയായിരുന്നു. പവർ റൂമിലുള്ളവർക്ക് കൂട്ടായ തീരുമാനത്തിലൂടെ ഒരാളെ നേരിട്ട് നോമിനേറ്റ് ചെയ്യാനുള്ള അവസരം ബിഗ് ബോസ് നൽകിയിരുന്നു. അതിൻ്റെ പേരിൽ പവർ റൂം ടീമിനുള്ളിൽ കടുത്ത തർക്കമാണ് നടന്നത്. ജാൻമണിയും ജാസ്മിനും തമ്മിലാണ് പ്രശ്നമുണ്ടായത്. കാരണം ജാസ്മിനും ഗബ്രിക്കും ഋഷിയെ നോമിനേറ്റ് ചെയ്യണമായിരുന്നു. എന്നാൽ ജാൻമണി അതിന് എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ ജിൻഡോയുടെ പേര് പറയാൻ ജാസ്മിനും ഗബ്രിയും മറ്റു പവർ ടീം അംഗങ്ങളും നിർബന്ധിതരായി. നോമിനേഷന് ശേഷം ജാസ്മിനും ഗബ്രിയും ഋഷിയുടെ പേരാണ് സജസ്റ്റ് ചെയ്തതെന്ന വിവരം ജാൻമണി ഋഷിയോട് പറഞ്ഞു. ഇതോടെ ഋഷി അസ്വസ്ഥനായി. കാരണം നോമിനേഷൻ ചെയ്ത ഋഷി ഈ സത്യം അറിയുന്നതുവരെ ജാസ്മിനും ഗബ്രിയും ഋഷിയോട് സൗഹൃദം കാണിക്കുകയും ചിരിച്ചു കാണിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അതെല്ലാം മനസ്സിലാക്കിയതോടെയാണ് ഋഷിക്ക് ദേഷ്യം വന്നത്. ഋഷിയോട് സംസാരിക്കുമെന്ന് ജാസ്മിനോട്, നീ നാണം കെട്ടവളെ, നിന്റെ 2 പേഴ്സണാലിറ്റി എന്നോട് കാണിക്കണ്ട, എനിക്ക് നിങ്ങളെ കാണണ്ട. ജാസ്മിൻ മേലാൽ എൻ്റെ കയ്യിൽ പിടിക്കാൻ വരികയോ ചിരിച്ച് കാണിക്കുകയോ ചെയ്യരുത്. ഗബ്രിയെ ഞാൻ ഇങ്ങനെ ഒന്നുമായിരുന്നില്ല കരുതിയത്. പക്ഷെ നീ എന്നെ പിന്നിൽ നിന്നും കുത്തി. എല്ലാം പ്രേക്ഷകർ കാണുന്നുണ്ടെന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണം. വാഴയുടെ പുറകെ നടക്കുന്ന മരവാഴയാണ് ഗബ്രി. ഒരു കഴിവില്ലാത്തവനാണ് ഗബ്രി. അവളുടെ പുറകെ കെഞ്ചി നക്കി നടക്കുകയാണ് അവൻ. അവളാണെങ്കിൽ അവനെ നന്നായി ഉപയോഗിക്കുന്നുമുണ്ട്. എനിക്ക് ജാസ്മിനെ പോലെ വൃത്തികെട്ട കളി കളിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഋഷി ദേഷ്യപ്പെട്ട് പറഞ്ഞത്. നോമിനേറ്റ് ചെയ്യേണ്ടി വന്നാൽ ഇനിയും ഋഷിയെ നോമിനേറ്റ് ചെയ്യുമെന്ന് ജാസ്മിനും പറയുന്നു. അങ്ങനെ തർക്കം വളരെ രീതിയിൽ മുറുകുകയാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായവും സീസൺ 6 നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണ്? വിഷ്ണുവോ, ഋഷിയോ, ഗബ്രിയോ? കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.